ഹലോ ഗായ്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു Q&A ആയിട്ടാണ്. ഞാൻ എൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി വേറൊരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ നാൾ മുന്നേ വന്നതാണ്. ഞാൻ ഇപ്പോഴാണ് Q&A ചെയ്യുന്നത്. അപ്പം നേരെ Q&Aയിലേക്ക് പോവാം. അതുപോലെ തന്നെ ഞാനിവിടെ കുറേ പേര് എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ഒന്നും എഴുതിയിട്ടില്ല. കുറച്ച് പേരെ പേര് വായിക്കാം, കുറച്ച് പേരെ അത് ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പോൾ Q&A. ഫസ്റ്റ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ എൻ്റെ വീഡിയോസിലൊന്നും അങ്ങനെ എന്നെ പരിചയപ്പെടുത്തിയിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ പേര് വർഷ. എൻ്റെ വീട് ചെങ്ങന്നൂർ കൊല്ലകടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ എന്നെ കല്യാണം കഴിച്ച് വിട്ടത് ഉളുന്തിയിലൊക്കെയാണ് കല്യാണം കഴിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വ്ലോഗ് സ്റ്റാർട്ടായി കഴിഞ്ഞ് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? വ്ലോഗ് സ്റ്റാർട്ടായി കഴിഞ്ഞതിന് ശേഷം ഫാമിലിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ റിലേറ്റീവ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്താണെന്ന് ചെറുതായിട്ട് ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കാൻ പോയിട്ടില്ല. ഞാനത് വില കൊടുക്കുന്നുമില്ല. കാരണം എനിക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഹസ്ബൻഡിനും കുഴപ്പമില്ല. ഇനി ഞാൻ അവർ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. അപ്പം അത് ഞാൻ വിലക്കെടുത്തിട്ടില്ല. പിന്നെ രാജു ചോദിച്ചിട്ടുണ്ട് ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ. ചാനൽ തുടങ്ങാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇൻസ്പിറേഷൻ ഒന്നും അങ്ങനെയല്ല. ഒരു ദിവസം ഞാനും എൻ്റെ ബ്രദറും കൂടി ഇവിടെ കിടന്ന് ചേട്ടൻ്റെ ഫോണിൽ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു, നിനക്ക് ചെയ്തുകൂടായിരുന്നു? അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നേരത്തെ ഇങ്ങനെ ചാനൽ ജസ്റ്റ് ഒന്ന് തുടങ്ങി. അതിനകത്ത് ജസ്റ്റ് ആദ്യം ഒരു വീഡിയോ ഇട്ടത് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പം ആ വീഡിയോ ഇട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുത്തു. പറഞ്ഞു, നിനക്ക് വീഡിയോ ചെയ്യരുതോ? ഞാൻ വീഡിയോ എടുത്ത് തരാം. അങ്ങനെ ഞാൻ ഒരു വീഡിയോ എടുത്തു, അതിട്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിൻ്റെ വ്യൂസ് നോക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ അതിൻ്റെ ലൈക്കും കമൻറ്റും ഒക്കെ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ആരംഭ ശുരുക്കം അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഒരു ഇത് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങി. പിന്നെ അത് കെട്ടടങ്ങി. പിന്നെ നമ്മൾ ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയും ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങി. ഒരു 1-2 മാസം 3 മാസം അടുപ്പിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ ഒരു സന്തോഷം. പിന്നെ കുറച്ച് നാൾ വീഡിയോ ഇട്ടില്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം വീഡിയോ ഒന്നും ഇടാതായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ 1-2 വീഡിയോസേ ഇട്ടിട്ടുള്ളൂ. അവിടെ എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ എന്തോ ഒരു ചമ്മൽ അല്ലെങ്കിൽ എന്തോ തോന്നില്ല. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അനീഷ് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ. പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. അപ്പോൾ ചെയ്യണമെന്ന് തോന്നി, ചേട്ടൻ പറഞ്ഞു ഓക്കെ, പിന്നെ എന്തോ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താണ്. അല്ലാതെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. പിന്നെ ആദ്യം ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ അതോ ചുമ്മാ പഠിത്തം കഴിഞ്ഞ് ഇരിക്കുകയാണോ? ഇപ്പം ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, പിന്നെ CFAക്ക് പോയി, അത് കഴിഞ്ഞു. ഇപ്പം കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇരിക്കുന്നു. ഇനി എന്തിനും ജോബ് നോക്കണം എന്നുണ്ട്. ഞാൻ ജോബിന് പോവില്ല എന്ന് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. പക്ഷെ ഇപ്പം എന്തോ പോകണമെന്ന് തോന്നുന്നുണ്ട്. എത്ര നാളത്തേക്കാണെന്നറിയില്ല, പോകണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ബ്ലാക്ക് ബീസ്റ്റ് ചോദിച്ചിട്ടുണ്ട് വിശദമായി പറയൂ, ആരാണ് താങ്കൾ? എൻ്റെ പേര് വർഷ. ഇതിൽ കൂടുതൽ എന്ത് വിശദമായിട്ട് അറിയാം? അത്രേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ ഫാൻ ഇട്ടിട്ടുണ്ട്. ചിലപ്പം എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലായിരിക്കും. അതൊന്ന് ശരിക്കാം. ഭയങ്കര ചൂട്. ശരണി ചോദിച്ചിട്ടുണ്ട് എവിടെ പ്ലേസ്, പഠിക്കുവാണോ? സപ്പോർട്ട് പേഴ്സൺ, എഡ്യൂക്കേഷൻ, ഏജ്, യൂട്യൂബ് റവന്യൂ, ന്യൂ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരോട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആൻസർ കൊടുക്കാം. പ്ലേസ് ചെങ്ങന്നൂർ കൊല്ലകടവാണ്. ഇപ്പോൾ ഉളുമ്പിയിലാണ്. പഠിക്കുന്നില്ല, പഠിത്തം കഴിഞ്ഞു. വേണമെങ്കിൽ ഇനി പഠിക്കാൻ പോകും, അല്ലെന്നുണ്ടെങ്കിൽ ജോലിക്ക് ട്രൈ ചെയ്യും. സപ്പോർട്ടിങ് പേഴ്സൺ എന്ന് വെച്ചാൽ ബ്രദർ, ഹസ്ബൻഡ്
ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് ഇരിക്കുന്നത് ബ്രദറും ഹസ്ബൻഡുമാണ്. പിന്നെ വീട്ടുകാരും ഇപ്പോൾ നമ്മൾ സപ്പോർട്ടാണല്ലോ. ഞാൻ എന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ബ്രദർ. എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള കാര്യം. നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്ന് പുള്ളിക്കാരന് തോന്നിക്കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിന് ഇന്ന ഡ്രോബാക്ക് ഉണ്ട്, ഓക്കെ നിങ്ങൾക്ക് ഇതൊക്കെ നീ ഓർത്ത് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ പറഞ്ഞ് മനസ്സിലാക്കും. അല്ലാതെ എല്ലാ കാര്യത്തിനും ഓവറായിട്ട് സപ്പോർട്ട് ചെയ്ത് ഒരു കുഴി കൊണ്ട് ചാടിക്കുന്ന ഒരാളൊന്നുമല്ല. അതിപ്പോൾ ആരും അങ്ങനെ ഒരു പെങ്ങളെ അങ്ങനെ ഓവറായിട്ട് സപ്പോർട്ട് ചെയ്തില്ല. സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും, വഴക്ക് പറയേണ്ട കാര്യങ്ങൾക്ക് വഴക്ക് പറയും, അതൊക്കെയുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ, ഞാൻ ഡിഗ്രി കഴിഞ്ഞായിരുന്നു, BA എക്കണോമിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ടാലിയും GST ഒക്കെ പഠിച്ചു, COPA പഠിച്ചു. ഇപ്പോൾ വെറുതെ ഇരിക്കുന്നു. ഏജ് ഇപ്പോൾ എനിക്ക് 23 ഉണ്ട്. ഈ ഓഗസ്റ്റ് ആകുമ്പോൾ 24 ആവും. യൂട്യൂബ് റവന്യൂ ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനങ്ങനെ അധികം വീഡിയോസൊന്നും ഇട്ടിട്ടുമില്ല. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ചാനലിൽ കൂടി തന്നെ പറയാം. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ളവരോട് പറയാനുള്ളത്, ഡെയിലി വീഡിയോ ഇട്ടാൽ മതി. ഡെയിലി വീഡിയോ ഇടുക, നമ്മുടെ സ്വന്തം കണ്ടന്റ് ആയിരിക്കണം. പിന്നെ എന്താ, നമുക്ക് അതിനോടുള്ളൊരു ആത്മാർത്ഥത വേണം. അല്ല ചുമ്മാ എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് 2-3 വീഡിയോ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ആകത്തില്ല. എന്നെപ്പോലെ നമ്മൾ ഡെയിലി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒരുപോലെ തന്നെയാണോ നിൽക്കുന്നത്, പഠിക്കുകയാണോ, വീട് എവിടെയാ? ഞാൻ ഇതിനകത്ത് കൂടെ എവിടെയും ആരോട് പറഞ്ഞിട്ടില്ല എൻ്റെ വീട് ഇന്ന സ്ഥലത്താണെന്ന്. അപ്പോൾ എൻ്റെ വീട്, സ്വന്തം വീട് ചെങ്ങന്നൂർ കൊല്ലകടമാണ്. ശ്രുതി ചോദിച്ചിട്ടുണ്ട്, ഹായ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണോ? ഫേവറേറ്റ് ഫുഡ് എന്താണ്? ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി പറയുമോ എന്ന്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കിഷ്ടമാണ്, പക്ഷെ ഞാൻ അധികം ഒന്നും ട്രാവൽ ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് ട്രാവലിംഗ് ഒന്നും പറയാൻ പറ്റത്തില്ല. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ് ചേട്ടൻ 1 മാസമേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എന്താ പറയുക, അടുത്തടുത്ത് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ പോയിട്ടുള്ളൂ. ആ ദൂരെയൊന്നും പോയിട്ടൊന്നുമില്ല, അല്ല ട്രിപ്പോ അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പം ഇനി ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ജോലിയൊക്കെ മേടിച്ച് സ്വന്തമായിട്ടൊക്കെ വരുമാനമൊക്കെ ആയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ പോകാമല്ലോ. അതെ. ഫേവറേറ്റ് ഫുഡ് എൻ്റെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ അറിയാവുന്നതാണ്. ഞാൻ എവിടെ പോയാലും, ഞാൻ എന്ത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാലും അവസാനം ഞാൻ ചെന്നെത്തുന്നത് ബിരിയാണിയിലായിരിക്കും. ഞാൻ ഇപ്പം മന്തി പറയണമെന്ന് പറഞ്ഞ് പോയാലും ചിലപ്പോൾ അവിടെ ചെന്നിരുന്ന് കഴിയുമ്പോൾ എൻ്റെ മൂഡ് മാറും, ബിരിയാണിയിലെത്തും. ബിരിയാണിയാണ് എനിക്ക് ഫേവറേറ്റ്. ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എനിക്കധികം ഫ്രണ്ട്സൊന്നും ഇല്ല. പിന്നെ സ്കൂൾ ടൈമിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ അധികമായിട്ട് ഞാൻ കണക്ഷന് പോകുന്നില്ല. പിന്നെ ഞാൻ LKG UKG ആ ടൈം തൊട്ടുള്ളൊരു ഫ്രണ്ട് ഇപ്പോഴും എനിക്കുണ്ട്. പേര് വൃന്ദാന്നാണ്. ഞങ്ങളിപ്പോഴും തമ്മിൽ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അവൾ ഇടയ്ക്ക് വരികയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവരുടെ ഫാമിലിയുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതെനിക്ക് ആ ടൈമിലുള്ളൊരു ഫ്രണ്ടാണ്. ഇപ്പോഴും ഞാൻ ആ ഒരു സ്നേഹം കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അടുത്തൊരു ഫ്രണ്ടുണ്ട്, ശ്രുതി എന്ന് പറഞ്ഞു. അവളും എൻ്റെ നല്ല ഫ്രണ്ടാണ്. അവളാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് തന്നെ. അവളാണ് പിന്നെ എനിക്ക് ഇഷ്ടം. പിന്നെ ഒരു ഫ്രണ്ടുണ്ട്, അപർണ. ഞാൻ പറഞ്ഞില്ലേ, ഇവരോട്ടൊക്കെ മിണ്ടും സംസാരിക്കും. ഈ വൃന്ദയോട് എനിക്ക് ഏറ്റവും അറ്റാച്ച്മെൻ്റ് ഉള്ളത്. ശ്രുതിയോടും അതുപോലെ തന്നെയാണ്. പിന്നെ അപർണ, വേറൊരു ശ്രുതിയുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ കോളേജിൽ വന്നു കഴിഞ്ഞാൽ ഗംഗ, ആവണി അവരൊക്കെ തന്നെയാണ് ഫ്രണ്ട്സ്. ദേവു, ഗംഗാലക്ഷ്മി അവരൊക്കെ എനിക്ക് ഫ്രണ്ടാണ്. പക്ഷേ ഇപ്പോഴും കോണ്ടാക്റ്റ് ഒന്നും അധികമൊന്നും ഇല്ല. ഞാൻ അങ്ങനെ അധികം അധികം ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട്, പേര് രാജു എന്നാണ്. കുഞ്ഞു എന്ന് വിളിക്കും ഞാൻ. അവനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അത് കോളേജ് ടൈമിലുള്ള ഫ്രണ്ടാണ്. നന്നായിട്ട് ഇടയ്ക്ക് വർത്താനൊക്കെ പറയും. നല്ല ഫ്രണ്ടാണ്. എൻ്റെ ഹസ്ബൻഡിന് അറിയാം പുള്ളിക്കാരൻ നല്ല ഫ്രണ്ടാണെന്ന്. അത്രയൊക്കെ ഉള്ളൂ.
സ്റ്റോറിയായിട്ട് പറയാനായിട്ടുള്ള ഒന്നുമില്ല ഫ്രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട്. പിന്നെ ചോദിച്ചിരിക്കുന്ന മേഘയാണ്, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വല്ല നെഗറ്റീവ്സ് വന്നിട്ടുണ്ടോ, അതിനെങ്ങനെ റിയാക്ട് ചെയ്യുന്നു? യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നെഗറ്റീവായിട്ട് അങ്ങനെ കമൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ ചിലത് കേട്ടിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ അതിനൊന്നും റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ല. എന്തെങ്കിലും എനിക്കൊന്ന് റിയാക്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ചെയ്തേക്കാം, ചെയ്യാതെ ഇരിക്കാം, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ആ അനുഭവം ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിയാക്ട് ചെയ്യും. ഇപ്പോഴും നമ്മളിപ്പോൾ എല്ലാവർക്കും പാവമായിട്ടിരിക്കാൻ പറ്റുന്നത്. നമ്മളിങ്ങനെ ചൊറിഞ്ഞുറിഞ്ഞ് വരുമ്പം ആരായാലും ഒരു പീക്ക് മൊമെൻറ്റിലെത്തുമ്പോൾ പ്രതികരിക്കും. അതുപോലെ ഞാൻ പ്രതികരിക്കും. ഗോപിക സിംഗ് ചോദിച്ചിട്ടുണ്ട് സുഖമാണോ? സുഖമാണ്, സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ ശരബിന്ദു ചോദിച്ചിട്ടുണ്ട്, വർഷ പഠിക്കുകയാണോ, എന്താണ് ഫ്യൂച്ചർ പ്ലാൻ, യൂട്യൂബ് സീരീസ് ആയിട്ട് പ്രൊഫഷൻ ആക്കാൻ ഉദ്ദേശമുണ്ടോ? ഞാൻ പഠിക്കുമല്ല, പഠിത്തം കഴിഞ്ഞു. ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു പ്ലാൻ എന്തെങ്കിലും ഒരു ജോലി വേണം. കാരണം നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്നുവെച്ചാൽ ഹസ്ബൻഡ് അങ്ങനെയല്ല, നമുക്ക് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നമുക്ക് എപ്പോഴും ആളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ വരും. അതിനെക്കാട്ടി നല്ല നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നത് നമ്മുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആൾക്കും ആളുടേതായിട്ടൊരു സേവിങ് പറ്റുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ജോലി വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നടക്കുമെന്നും അറിയില്ല. പിന്നെ പ്രൊഫഷനാക്കാനൊന്നും എനിക്ക്, ഞാൻ പ്രൊഫഷനായിട്ടൊന്നും എടുത്തിട്ടല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഇപ്പോൾ വീഡിയോ ഇടുന്നതും. അങ്ങനെയല്ല, ഇഷ്ടമാണ് എനിക്ക് വീഡിയോസ് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് പറയാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത്. പക്ഷേ പ്രൊഫഷനായിട്ടെടുത്തല്ല ഞാൻ യൂട്യൂബ് ചാനലിൽ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇത്രയാക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് 1300 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ ഡെയിലി വീഡിയോ ഒന്നും ഇടാറില്ല. ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി തോന്നുന്നു. ഞാൻ ഡെയിലി വീഡിയോ ഒന്നും ഇടാറില്ല. ഏകദേശം 100 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അത്ര ഉള്ളൂ. അച്ചു ചോദിച്ചിട്ടുണ്ട്, ഹെയർ ഗ്രോത്തിന് വല്ലതും പറഞ്ഞതാണ്. ഹെയർ ഗ്രോത്തിനായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. മുടി സൂക്ഷിക്കുന്ന ഒരാളേ അല്ലായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മുടി വെട്ടി, എപ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ മുടി വെട്ടി കളയുന്ന ഒരാളായിരുന്നു. എപ്പോഴും മുടി വെട്ടി, പിന്നെ കുറച്ച് നാൾ മുടി വെട്ടാതായി കഴിഞ്ഞപ്പം അത്യാവശ്യം വളരാൻ തുടങ്ങി. പിന്നെ ഞാൻ കാച്ചി എണ്ണയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മുടിക്ക് ഹെയർ ഫോളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അങ്ങനെ ഹെയർ ആവശ്യത്തിന് വളർന്നു വന്നു. ഇപ്പോൾ ഹെയർ ഫോളുണ്ട്. കാരണം ഞാൻ അവിടുത്തെ വെള്ളത്തിൽ കുളിച്ചിട്ട് ഇവിടെ വന്ന് കുളിക്കുമ്പോൾ എനിക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നുണ്ട്. അത് ഇടയ്ക്കൊക്കെ. പിന്നെ മുടി ഇപ്പോൾ സൂക്ഷ്മത കുറവാണ്. പിന്നെ എന്താ പറയുന്നത്, മുടിയിലെ ചെട കളയാതെ വെക്കും. അപ്പോൾ അവിടെ വച്ച് പൊട്ടിപ്പോവുകയും സ്പ്ലിറ്റൻസ് ഉണ്ടാകും. പിന്നെ വലിച്ച് ചീകും. അങ്ങനെയൊക്കെ കുറേ ഡാമേജ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എൻ്റെ വീട്ടിൽ ചേർന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹെയറിന് ഓരോ പാക്കും അതും ഇതൊക്കെ ഇടുമായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ ഹെയറിനോ ഫേസിനോ ഒരു പാക്കും ഇടാറില്ല. ഞാൻ അതിനൊന്നും നോക്കാറ് പോലുമില്ല. അപ്പം ഞാൻ ബുക്കിൽ എഴുതി വെച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു. ഇനി നമുക്ക് ഫോണിൽ നോക്കിയിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് പറയാം. അപ്പം എൻ്റെ ഫേവറേറ്റ് ഹോബി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരുടെ സ്റ്റോറി ഉണ്ടല്ലോ, കൊച്ചു പിള്ളേരുടെ സ്റ്റോറി ബുക്കൊക്കെ വായിക്കുന്നതാണ് ഇപ്പം എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഹോബി. പിന്നെ റീൽസ് കാണും, ഒക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഹോബി. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം വായിക്കാനാണ്. അപ്പോൾ ഞാനാണെങ്കിൽ കൊച്ചു പിള്ളേരുടെ സ്റ്റോറി ബുക്കും മറ്റേ മിന്നാമിന്നിയൊക്കെ വായിച്ച് വെച്ചിട്ട് അതൊക്കെ വായിക്കും. ഇപ്പം എൻ്റെ ഹോബി. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ചേട്ടൻ, ഇത്രയും പേരാണുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അച്ഛൻ,
മാരേജിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം അങ്ങനത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡിനെ എങ്ങനെ മീറ്റ് ചെയ്തു? എൻ്റെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്തത് എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. അവരുടെ കല്യാണം, എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു 8-9 മാസം ആയപ്പോഴാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നത്. ആ ഒരു ടൈമിലാണ് ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. ഹസ്ബൻഡിൻ്റെ സ്വഭാവം, ഹസ്ബൻഡ് ഭയങ്കര പാവമാണ്. എന്നാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെറിയ വഴക്കിടാൻ ചെയ്തു. എന്നുവെച്ചാൽ വലിയ വഴക്കുകളൊന്നുമല്ല, എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കായിരിക്കും ഞങ്ങൾ വഴക്കുന്നത്. അതൊക്കെ ഒരു വഴക്കായിട്ട് എടുക്കത്തില്ല. ഞാനെന്നാലും വഴക്കിടും. അത് ഭാര്യമാരുടെ അവകാശമാണല്ലോ ഭർത്താക്കന്മാരെ ഇങ്ങനെ ചെറിയ വഴക്കിടും. അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഞാൻ തന്നെ വഴക്കിട്ടിട്ട് ഞാൻ തന്നെ മറന്നു എന്തിനാ വഴക്കിട്ടേന്ന് ഞാൻ മറന്നു. അല്ലെങ്കിൽ കുറച്ചു നേരം വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചിട്ട് നീ എന്ത് ദുഷ്ടിയാണ്, നീ വിളിച്ചില്ലല്ലോ. അത്രേ ഉള്ളൂ ഞങ്ങൾ വഴക്കൊക്കെ. അതിൽ കൂടുതലൊന്നും ഇതുവരെ വഴക്കിട്ടിട്ടില്ല. ഭർത്താവിൻ്റെ ഹോബി എന്താണ് അറിയില്ല. എന്ത് ഹോബിയുള്ളൂ പറഞ്ഞിട്ടില്ലേ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 1 മാസം ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ. പിന്നെ ചേട്ടൻ ഗൾഫിൽ പോയി. പുള്ളിക്കാരൻ്റെ ഹോബി എന്താ അറിയില്ല. എന്ത് ഹോബിയാണ് പുള്ളിക്കാരനുള്ളത്? പിന്നെ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ട ഫുഡ് എന്ത് കഴിക്കും, എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കും. പുള്ളിക്കാരൻ പറഞ്ഞ ചൊറിയും ചേനയും എന്തോ അതൊഴിച്ച് ബാക്കി എന്തും ഞാൻ കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പിന്നെ വാട്ട്സ് യുവർ ഫേവറേറ്റ് മെമ്മറി ടുഗദർ? 1 മാസമുള്ള ആ ഒരു മാസം മുഴുവൻ നല്ലൊരു മെമ്മറിയാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. 1 മാസത്തിൽ ഒരു വട്ടം എനിക്ക് ഏറ്റവും ഞങ്ങൾ 1 മാസം താമസിച്ചതിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ മറക്കാൻ പറ്റാത്തതായിട്ടുള്ളത്, ഒരു ദിവസം ഞാനിങ്ങനെ എനിക്ക് കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. അന്ന് കുറച്ച് നേരം കഴിഞ്ഞ് പറഞ്ഞു എന്നെ വിളിച്ചുകൊണ്ട് കറങ്ങാൻ കൊണ്ടുപോയി. അത് അടുത്താണ് പോയത്, മാവേലിക്കര തന്നെ. എന്നാലും കുറേ വട്ടം ഒരു വഴി കൂടെ തന്നെ ഇങ്ങനെ ചുറ്റി അത്രയും നേരം ജസ്റ്റ് കൊണ്ടുപോയി. അതെനിക്ക് ഭയങ്കര ഹാപ്പി ഒരു ഫീൽ തന്നിട്ടുണ്ട്. അതെനിക്കൊട്ടും മറക്കാനും പറ്റിയിട്ടില്ല. ഇച്ചിരി നേരമേ ഉള്ളൂ എങ്കിലും നമുക്കൊരു സന്തോഷം. എൻ്റെ ഹാപ്പിനെസ്സിന് വാല്യൂ തരുന്ന ഒരാളാണ്. എൻ്റെ കാര്യത്തിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്തു പറഞ്ഞാലും ഞാൻ പറഞ്ഞത് അതുപോലെ ഞാൻ ചേട്ടനെ കൊടുത്താനാണ്. ഞാൻ എന്തെങ്കിലും പറയുന്നത് ഒരു ആൾക്ക് ഒരു തെറ്റായ കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എടി അത് ഇങ്ങനെയാണ്, അത് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല അടി പറഞ്ഞ് മനസ്സിലാക്കും. അല്ലാതെ നീ അത് ചെയ്യണ്ട എന്ന് വരെ എന്നോട് നീ ചെയ്യണ്ട, അത് നീ ചെയ്യരുത്, അല്ലാതെ നീ അങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയട്ടില്ല. അല്ലാതെ പറയും എടി അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് സന്തോഷത്തോടു കൂടി പറഞ്ഞു തരും. അല്ലാതെ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും അയാൾ പറയത്തില്ല. അതെനിക്കൊരു നല്ല പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഹൗ ഡസ് യുവർ ഹസ്ബൻഡ് ഷോ ലവ് ആൻഡ് അഫെക്ഷൻ? ലവ് പക്ഷെ എങ്ങനെയാണ് വിശ്വാസിക്കുന്നത് എനിക്കറിയത്തില്ല. എങ്ങനെ സ്നേഹം വരുമ്പോൾ എന്ത് ചെയ്യും? ചിരിച്ചിട്ട് നോക്കും, അത്രയ്ക്കും. അല്ലാതെ സ്നേഹം കൂടുമ്പോൾ എന്ത് ചെയ്യും എനിക്കറിയത്തില്ല. സ്നേഹം കൂടുമ്പോൾ ചില സമയത്ത് ചിരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എപ്പോഴും വഴക്കുണ്ടാക്കി പോകും. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിരിക്കുന്നതാണ്. പുള്ളിക്കാരൻ ചിരി കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നാലും ഇടയ്ക്ക് ചിരിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ചിരിക്കരുത്. അതൊക്കെ തമാശയ്ക്ക് പറയുന്നതാണ്. പക്ഷെ ചിരിക്കുന്നത് കാണാൻ എനിക്കിഷ്ടം. അതെല്ലാ ഭാര്യമാരും അങ്ങനെ ആയിരിക്കും. ചിരിക്കുന്നത് കാണാനായിരിക്കുമല്ലോ ഭാര്യമാർക്ക് ഇഷ്ടം. അതുപോലെ തന്നെയുള്ളൂ.
പിന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ആഫ്റ്റർ മാരേജും ബിഫോർ മാരേജും എനിക്കുണ്ടായ ചേഞ്ചസ്. ആഫ്റ്റർ മാരേജിൽ എന്താ ഉത്തരവാദിത്തങ്ങൾ കുറേ. ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഫസ്റ്റൊന്നും പറ്റുന്നില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ പൂർണ്ണമായിട്ടൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, എന്നാലും നമുക്ക് മോൺ ചെയ്ത് പോകണമല്ലോ. വീട്ടിലായിരുന്നപ്പോൾ നമുക്ക് അങ്ങനെ ഉത്തരവാദിത്തങ്ങളോ ഒന്നുമില്ലല്ലോ. നമുക്ക് ഫുഡ് കഴിക്കാറാകുമ്പോൾ അമ്മയെ സഹായിക്കും, അങ്ങനെയല്ല, ഫുഡ് കഴിക്കാറാകുമ്പോൾ നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീടെന്നുള്ളൊരു ഇതുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ കല്യാണം കഴിച്ച് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതിപ്പോൾ എല്ലായിടത്തും എല്ലാവരും അനുഭവിക്കുന്നതാണെന്ന് വെച്ചാൽ മോശം അനുഭവം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ വീടെന്ന് പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം, അവിടെ സ്വാതന്ത്ര്യമുണ്ട്, എന്നാലും എന്തോ നമുക്ക് സ്വാതന്ത്ര്യം എടുക്കാൻ നമുക്ക് തോന്നുന്നില്ല. വാട്ട്സ് യുവർ ഹസ്ബൻഡ് ഫേവറേറ്റ് ഫുഡ്? ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്തുവാ? കപ്പയും മീൻകറിയൊക്കെ ആയിരിക്കും. അതൊക്കെ തന്നെ പറയത്തുള്ളൂ. കപ്പയും മീൻകറിയോ ചോറ് മീൻകറിയോ എന്ത് കൊടുത്താലും കഴിക്കുന്ന ആൾക്ക് പിന്നെ അങ്ങനെ ഫേവറേറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ പൊറോട്ടയും ബീഫോ കപ്പയും മീൻകറി ആകാനാണ് സാധ്യത. കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഫേവറേറ്റ് ഒന്നും പറഞ്ഞൊന്നും കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. എല്ലാം കഴിക്കുന്ന ആൾക്ക് ഇന്ന ഫേവറേറ്റുകൾ കാണത്തില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ തമ്മിൽ എന്താ ഏജ് ഗ്യാപ്പ് ഉണ്ട്. എന്നാലും ഞങ്ങൾ അത് എനിക്കിന്നുവരെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നുള്ള രീതിയിൽ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഞങ്ങൾ എന്താ പറയുന്നത്, എനിക്കങ്ങനെ തോന്നി എന്ന് വെച്ചാൽ എൻ്റെ പ്രായമുള്ള ഒരാൾ എന്നോട് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് എന്നോട് നിൽക്കുന്നതും എന്നോട് സംസാരിക്കുന്നതും. അല്ലാതെ ഭയങ്കര മൂശാട്ട പിടുത്തരാണ് അങ്ങനെയൊന്നുമല്ല. സന്തോഷത്തോടുകൂടി പറയും, സന്തോഷത്തോടെ സംസാരിക്കും. ദേഷ്യപ്പെട്ട് അങ്ങനെയുള്ളൊരു ക്യാരക്ടറൊന്നും അല്ല. ദേഷ്യപ്പെട്ട് അങ്ങനെ സംസാരിച്ച് ദേഷ്യപ്പെടുന്ന ഫുഡ് കഴിക്കാത്ത സമയത്ത് ദേഷ്യപ്പെടും, അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാത്ത സമയത്ത് ദേഷ്യപ്പെടും, അല്ലാതെ ദേഷ്യപ്പെടുന്നില്ല. അത്രയ്ക്ക് ഉള്ളൂ. പിന്നെ ഒന്നും ഇല്ല. അപ്പം ഇന്നത്തെ Q&A ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഇനിയും ചേട്ടൻ വന്നതിന് ശേഷം ബാക്കി വീഡിയോ ഒക്കെ കാണാം. ബാക്കി വീഡിയോ എന്ന് വെച്ചാൽ ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. Q&A. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.